അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് സഞ്ജന. യോ ഡെലിവറി. എന്താ ചെറിയ ഈ നേരത്ത്? അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറയാൻ വിളിച്ചതാ. റിപ്ലൈ ഒന്നും കണ്ടില്ല. അത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്താ കാര്യം? എനിക്ക് ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. എനിക്കും തന്നോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. താൻ ആദ്യം പറയുന്നോ അത് ഞാൻ പറയണോ? ഓ സഞ്ജന പറഞ്ഞു. ഒരു പക്ഷെ എന്റെ തോന്നലാവാം. ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ജെറി കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് പറ്റത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കൊരാളെ ഇഷ്ടാ. ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളാ. മില്ലിലും അവിടെ ഇവിടെയൊക്കെ എന്റെ പുറകെ ഒരു ടീച്ചറെ നാളായി. അത് ഞാനല്ലേ? അല്ലേ? അതെ, ഞാനാണ് അയാൾ. ഞാനാണ് അയാൾ. അന്തോണി, എന്നാ ശാലത്തെ? എന്നാ ഇത് കൊള്ളാലോ. നിനക്ക് എന്നും ഇങ്ങനെയൊക്കെ നടന്നൂടെ? ഇനി എപ്പോഴും ഇങ്ങനെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. പേപ്പനെ നോക്കിയേക്കണേ. എന്നാ പറ്റി? അതറിയാൻ നിനക്ക് സമയമില്ലല്ലോ. പേപ്പൻ പറമ്പിൽ വീണായിരുന്നു. നടുവയ്യ. 1-2 ദിവസമായി. എങ്ങനെ? ആ പട്ടിയും കൊണ്ട് പറമ്പിൽ നടക്കാൻ ഇറങ്ങിയതാ. അതെന്നാത്തിനെയോ കണ്ട് ചാടിയെന്നോ പേപ്പൻ എന്റെ പുറകെ പോയെന്നോ വീണെന്നോ ഒക്കെ എന്റെ അടുക്കാ പറഞ്ഞു. ആ പണ്ടാരപ്പട്ടി ഇനിയും കൊണ്ടു നടക്കട്ടെ, എന്നാലേ പഠിക്കത്തുള്ളൂ. നീ വെറുതെ അതൊന്നും പറഞ്ഞ് പേപ്പനെ സങ്കടപ്പെടുത്താൻ നിൽക്കണ്ട. ഞാൻ വേഗം പോയച്ചും വരാം. അപ്പച്ചൻ്റെ വണ്ടിയുടെ ചാവി ഞാനങ്ങ് എടുക്കുവാണേ. കിടന്ന് പൊളയാതാ പട്ടി. നിന്നെ ഇന്ന് ശരിയാക്കി തരാം.
നാം കോർത്തിടുവാൻ പൂ തേടി പോകുന്നു ഞാൻ. ചിരി പിണ്ണാക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു ചായ കുടിക്കാണ്ട് ഞങ്ങൾ വിടത്തില്ല അല്ലേ അച്ഛാ? അതെ അതെ, അവള് തീരുമാനിച്ചതാ. 2 മിനിറ്റ് പോരാ കേട്ടോ അച്ഛാ, 2 മിനിറ്റ്. ഓ ഓ ഓ മോണിനി എപ്പോഴാ തിരിച്ച് ദുബായിക്ക്? മിക്കവാറും ഞാൻ നെക്സ്റ്റ് വീക്ക് പോകുന്നു. എൻ്റെ സഞ്ജയ്ക്ക് നിനക്ക് ഒരേ പ്രായമാ. ഇനി ഒരു കല്യാണമൊക്കെ നോക്കണ്ടേ? അതും കൂടെ സംസാരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത്. തന്നോട് എന്തൊക്കെയോ കുറെ പറയണമെന്ന് കരുതിയാ ഇവിടെ വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ഞാൻ പൊട്ടൻ. വെറുതെ ഞാൻ പോട്ടെ. സഞ്ജു, ആ നവേട്ടാ, അത് പിന്നെ തന്നോടൊരു കാര്യം. എന്താ? ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ സഞ്ജന ഉണ്ടാക്കിയതാ?